പ്രകാശ് വീട്ടിൽ നിന്ന് തെക്കോട്ട് 10 കിലോമീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും നടന്നു. പ്രകാശിന് നേരെ വീട്ടിലെത്താൻ എത്ര ദൂരം നടക്കണം? ഇപ്പോൾ പ്രകാശ് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇവിടെയാണ് വീട് എന്ന് സങ്കല്പിക്കുക. പ്രകാശ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തെക്കോട്ട് എന്ന് പറയുമ്പോൾ കീഴ്പോട്ടാണ്. തെക്ക് എന്ന് പറയുമ്പോൾ കീഴ്പോട്ടാണ്. തെക്കോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 10 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് 10 കിലോമീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിയുക. ഈ ദിശയിൽ നടക്കുന്ന ആൾ വലത്തോട്ട് തിരിയുക പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഈ ദിശയിൽ നടക്കുമ്പോൾ ആളുടെ വലതേ കൈ ഈ ഭാഗത്താണ്. വലത്തോട്ട് തിരിയുക പറയുമ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണ്? 5 കിലോമീറ്ററാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് 5 കിലോമീറ്റർ നടന്നു. പിന്നെ 5 കിലോമീറ്ററും വീണ്ടും വലത്തോട്ട് തിരിയുക. അപ്പോൾ ഈ ദിശയിൽ നടക്കുന്ന ആളുടെ വലതേ കൈ ഈ ഭാഗത്താണ്. അപ്പോൾ വലത്തോട്ട് പറയുമ്പോൾ മേൽപോട്ടാണ്. വലത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പറയുമ്പോൾ മോൾ ഭാഗത്തേക്ക് വരും. 10 കിലോമീറ്റർ പറഞ്ഞാൽ ഇതേ അളവ് തന്നെ വരണം. അപ്പോൾ ഇതിനെ നേരിട്ട് നമ്മളിങ്ങോട്ട് വരയ്ക്കുക. എത്രയാണ്? 10 കിലോമീറ്റർ വന്നു. ഇങ്ങോട്ട് 10 കിലോമീറ്റർ. ഇപ്പോൾ ആൾ ഈ ദിശയിലാണ് നടക്കുന്നത്. അവിടുന്ന് ഇടത്തോട്ട് തിരിയുക. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തെ കൈ ഈ ഭാഗത്താണ് വരിക. അപ്പോൾ ഇടത്തോട്ട് പറയുമ്പോൾ ഇടത്തോട്ട് എത്രയാണ്? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ. ഇങ്ങോട്ട് എത്രയാണ്? 10 കിലോമീറ്ററും നടന്നു. അപ്പോൾ ഇപ്പോൾ പ്രകാശ് പുറപ്പെട്ടത് ഇവിടെയാണ്, എത്തിച്ചേർന്നത് ഇവിടെയാണ്. അപ്പോൾ ചോദ്യം എന്താ? പ്രകാശിന് നേരെ വീട്ടിലെത്താൻ, ഇവിടുന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ നേരെ വീട്ടിൽ പോകാൻ, അങ്ങ് വളഞ്ഞു പോകരുത്, നേരെ വീട്ടിലെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഇത് ഒരേ ദിശയിലാണ് കേട്ടോ, ഒരേ ഭാഗത്താണ് വരിക. ഇത് ഈ വരയ്ക്കുമ്പോഴത്തെ ചെറിയൊരു വ്യത്യാസം കാരണമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം കാണാൻ ഇത് ഇത്ര ദൂരമായി. ഇവിടുന്ന് ഇതും കൂടി ചേർത്ത പ്രകാശിന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വീട്ടിലെത്താനുള്ള ദൂരമായി. അപ്പോൾ ഇത് എത്രയാണ്? 10 കിലോമീറ്റർ. ഇതൊരു ചതുരാണ്. അപ്പോൾ അതിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ 5 ഇവിടെ 5 വരും. അപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിക്കണം? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ വീട്ടിലെത്താൻ 10ഉം 5ഉം ഉത്തരം 15 കിലോമീറ്റർ സഞ്ചരിക്കണം.